നമസ്കാരം, വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. സിനിമയെ അനുസ്മരിപ്പിച്ച സീനുകൾക്കൊടുവിൽ തിരൂർ പോലീസിന് ആശ്വാസം. കട്ടെടുത്ത് വിഴുങ്ങിക്കളഞ്ഞ തൊണ്ടി മുതലായ സ്വർണം ഒടുവിൽ പുറത്തെത്തി. അതിന്റെ ദൃക്സാക്ഷി ആരുമാകട്ടെ, ഉദ്യോഗവും മാനസിക പിരിമുറുക്കവുമെല്ലാം അവസാനിച്ചിരിക്കുന്നു. സിനിമയിൽ പോലീസിന്റെ ആയുധം വെള്ളം നിറച്ചൊരു കുപ്പിയും പരാതിക്കാരൻ വാങ്ങിക്കൊടുത്ത സിഗരറ്റും ആയിരുന്നെങ്കിൽ ഇവിടെ ജ്യൂസും പഴങ്ങളുമെന്ന വ്യത്യാസം മാത്രം. പോലീസ് തൊണ്ടി മുതലായി കസ്റ്റഡിയിലെടുത്തത് അരഞ്ഞാണ്. തിരുവനന്തപുരം കൈത്തറി ഡയറക്ടറിന്റെയും മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേരളാധീശ്വരപുരം വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പുത്തൻതെരുവിൽ ദേശീയ കൈത്തറി ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അംശാദായം നാമമാത്രമായി വർദ്ധിപ്പിച്ചതിനെതിരെയുള്ള പ്രചരണം മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ പറഞ്ഞു. തിരൂരിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാറിലെ ട്രെയിൻ യാത്രക്കാരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം തേടി മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ ET മുഹമ്മദ് ബഷീർ MP സാന്നിധ്യത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിന് നിവേദനം നൽകി. താനൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളെ മാലിന്യ പ്രശ്നത്തെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ തൊഴിലില്ലായ്മയും ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു LDF അംഗങ്ങളുടെ പ്രതിഷേധം. താനൂർ നഗരസഭയിൽ വിവിധയിടങ്ങളിൽ മാലിന്യ കൂമ്പാരമാണ്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് 4 മാസത്തോളമായി ജോലിയുമില്ല. എടുത്ത ജോലിയുടെ കൂലി നൽകിയിട്ടുമില്ലെന്നും കൗൺസിലറായ PT അക്ബർ പറഞ്ഞു. ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട വിവിധ സംശയ നിവാരണത്തിനും പരിഹാരങ്ങൾക്കുമായി ക്ലാസ് നടത്തി കൂട്ടായി SHM UP സ്കൂൾ. കൂട്ടായി ഗ്രാമീണ ബാങ്ക് മാനേജർ വിനയ് വിലാസാണ് രക്ഷിതാക്കൾക്കായി ക്ലാസ് എടുത്തത്. ചമറോട്ടം പാലത്തിന്റെ അടുത്ത് വലിയ കുഴികളുണ്ടെന്നും അവ യാത്രികർക്ക് ഭീഷണിയാണെന്നും എത്രയും വേഗത്തിൽ കുഴികൾ അടച്ച് റോഡ് യാത്രാ സജ്ജമാക്കാൻ തഹസിൽദാർ നിർദ്ദേശിച്ചു. തിരൂർ താലൂക്ക് സഭയിലാണ് തീരുമാനം. മുതിർന്ന അംഗം മേച്ചേരി സൈദലവി അധ്യക്ഷത വഹിച്ചു. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ആധാർ കാർഡ് ലഭ്യമാക്കാൻ ശുപാർശ ചെയ്ത് മനുഷ്യാവകാശ കമ്മീഷൻ. തിരൂരിൽ നടന്ന സിറ്റിംഗിൽ ഇതുമായി ബന്ധപ്പെട്ട് തേഞ്ഞിപ്പലം, നിലമ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 2 കുട്ടികളുടെ രക്ഷിതാക്കൾ കമ്മീഷന് മുന്നിൽ പരാതിയുമായി എത്തിയിരുന്നു. തിരുനാവായിൽ കോൺഗ്രസ് 2 കൽപ്പിച്ച് കളത്തിലിറങ്ങി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കനത്ത തിരിച്ചടി നൽകി UDF യോഗത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോയി. തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസും ലീഗും തമ്മിൽ ഉടലെടുത്ത തർക്കം പരിഹരിക്കാൻ ചേർന്ന മണ്ഡലം UDF യോഗമാണ് പൊട്ടിത്തെറിയിൽ കലാശിച്ചത്. റോഡരികിലെ വെള്ളക്കെട്ട് മൂലം വഴി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയെന്ന് താന്നാളൂർ സ്വദേശി തലൂക്കാട്ട് ഹലവി ഹാജി. താലൂക്ക് വികസന സമിതിയിൽ നൽകിയ പരാതിയിൽ ഉപസമിതി അംഗങ്ങൾ സ്ഥലം പരിശോധിച്ചു. വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നത്തിന് വേഗത്തിൽ പരിഹാരം കാണുമെന്ന് തിരൂർ തഹസിൽദാറും പഞ്ചായത്ത് അധികൃതരും അറിയിച്ചു. നഗരസഭയുടെ അനുമതിയില്ലാതെ ചുറ്റുമതിൽ കെട്ടുന്നതായി പരാതി. തിരൂർ നഗരസഭാ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. തിരൂർ LIC ഓഫീസിന് പിന്നിലെ ചുറ്റുമതിൽ തകർന്നു വീണതിനെ തുടർന്നാണ് നിർമ്മാണം തുടങ്ങിയത്. 13-ാം വയസ്സ് മുതൽ മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ പരിശീലനം ലഭിച്ച പെൺകുട്ടിയാണ് മാറഞ്ചേരിക്കാരി ഷിഫ ഷെറിൻ. ആ ഉൾക്കരുത്ത് തന്നെയാണ് വയനാട് ദുരിതബാധിതർക്കിടയിലേക്ക് സന്നദ്ധ പ്രവർത്തകയായി ഇറങ്ങാൻ BA മൾട്ടിമീഡിയ വിദ്യാർത്ഥി കൂടിയായ ഷിഫയ്ക്ക് ധൈര്യം നൽകിയത്. മോർച്ചറിയിലാണ് ഷിഫ തന്റെ സേവനം നൽകിയത്. വയനാട് ദുരന്ത മേഖലയിൽ DYFIയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന വീട് നിർമ്മാണത്തിലേക്ക് സ്വർണ്ണക്കമ്പൽ നൽകി 5 വയസ്സുകാരി അൻവിക. വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടെടുക്കാൻ DYFI പ്രവർത്തകർ ആക്രി സാധനങ്ങൾ എടുക്കാനായി വന്നപ്പോഴാണ് സ്വർണ്ണക്കമ്പൽ കൈമാറിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.